വെൽക്കം യൂട്യൂബ്. ഐ ആം അതുൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 ഓഗസ്റ്റ് 6 തീയതിയിലെ വീഡിയോ ആണിത്. നമ്മുടെ മെൻസ് ഹോസ്റ്റലിൽ എല്ലാ വർഷവും വർഷമാണ് ഈ അഡ്മിഷൻ പ്രോസസ്സ്. അപ്പോൾ ഓരോ വർഷവും പ്രോസസ്സ് നടക്കുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ അഡ്മിഷൻ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. അപ്പോൾ 2023 എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അപ്പം ഓഗസ്റ്റ് 6 തീയതി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഒരു പ്രൈവറ്റ് ഹോസ്റ്റലിലോട്ട് മാറിയായിരുന്നു. പുറത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്റ്റലിലോട്ടാണ് മാറിയത്. SR ഹോസ്റ്റലിലായിരുന്നു. അവിടെ പുതിയൊരു റൂം പണിതിട്ടുണ്ടായിരുന്നു. ആ പുതിയ റൂമിൽ ആദ്യമായിട്ട് വരുന്ന ഞാനാണ്. അവിടെ ഞാൻ വെച്ച് ചെല്ലുമ്പോഴത്തേനും അവിടെ കട്ടിൽ പോലും ആയിട്ടില്ല. ഞാനാണ് ഈ റൂം ക്ലീൻ ആക്കിയത്. അവിടെ ഫുൾ പൊടിയൊക്കെയായിരുന്നു. ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് കട്ടിലൊക്കെ വന്നു. അത്ര നാൾ നിലത്തെ ആയിരുന്നു. കട്ടിലൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ ആരും ആ റൂമിലോട്ട് ആൾക്കാർ വേറെ ആരും വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു മാസത്തോളം ഞാൻ ആ റൂമിൽ ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ ഒരു മാസങ്ങൾക്ക് ശേഷം റൂമിൽ പുതിയ കൂട്ടുകാർ വന്നു. പ്രത്യൂഷ് എന്റെ ക്ലാസ്മേറ്റ് ആണ്. അതുപോലെ തന്നെ ജൂനിയേഴ്സ് ആയിട്ട് ഗൗതം ഉണ്ടായിരുന്നു, ഗ്രീനേജ്. അങ്ങനെ ഞങ്ങൾ 4 പേരായിരുന്നു ഈ റൂമിൽ. നല്ല പുതിയ റൂമായിരുന്നു. പുതിയ റൂമിന്റെ നല്ല വൃത്തി കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 6 മാസത്തോളം ഞാൻ ആ റൂമിൽ താമസിച്ച്. ഞങ്ങൾ രാവിലത്തെ ഫുഡ് പുറത്ത് ക്യാൻറ്റീനിൽ നിന്നായിരുന്നു. കോളേജിന്റെ അടുത്ത് അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന കുറെ അധികം കടകളുണ്ട്. അതിൽ ഏറ്റവും മെച്ചമായിട്ട് നമ്മുടെ കോളേജ് ക്യാൻറ്റീൻ ആയിട്ടാണുള്ളത്. നമുക്ക് വൈഡ് വെറൈറ്റീസ് ഓഫ് ഫുഡ്, അങ്ങനെ ഒത്തിരി ഒന്നും ഇല്ല, എന്നാലും നമുക്ക് അത്യാവശ്യത്തിന് കഴിക്കാൻ പറ്റുന്ന ഫുഡ് എല്ലാം അത്യാവശ്യം വിലക്കുറവിൽ നമുക്ക് കിട്ടും. അങ്ങനെ ഒരുപാട് നാള് ആശ്രയിച്ചിരുന്നത് നമ്മുടെ ക്യാൻറ്റീനെ തന്നെയായിരുന്നു. ഏകദേശം ഒരു 30-35 രൂപയ്ക്ക് നമുക്ക് രാവിലത്തെ കഴിക്കാൻ പറ്റും. അതിൽ കുറച്ച് കഴിക്കാൻ പറ്റും. 21 രൂപയ്ക്ക് കഴിക്കാൻ പറ്റും. 2 ദോശ, ഒരു പരിപ്പുവട. നമുക്ക് 7 രൂപയാണ് ദോശ, അതുപോലെ തന്നെ 7 രൂപയാണ് പരിപ്പുവട കടികളൊക്കെ. പിന്നെ കടലക്കറിക്കൊക്കെയാണ് 14 രൂപയായിരിക്കും. ഇതിപ്പോൾ ഞാൻ പറയുന്നത് 2024 കാര്യമാണ്. നിങ്ങൾ ഏത് വർഷമാണ് വീഡിയോ കാണുന്നത് എനിക്കറിയാൻ പറ്റില്ല. അപ്പോൾ രാവിലെ നമുക്ക് ദോശ, പുട്ട് കാര്യങ്ങളൊക്കെ കിട്ടും. ഉച്ചയ്ക്കാണെങ്കിൽ ചോറ് നമുക്ക് 25 രൂപയാണ്. പിന്നെ സ്പെഷ്യൽ എന്തെങ്കിലും മീനോ ഓംലേറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 10 രൂപ എക്സ്ട്രാ കൊടുക്കണം. മീനിന്റെ വലിപ്പം അനുസരിച്ച് കേട്ടോ. മീനിന് വലിപ്പം കൂടുന്നവരും 10, 15, 20 ഒക്കെ ആവും. ഇത് പണ്ടത്തെ വീഡിയോ ആണ്. ഇവിടെ ഇപ്പോൾ മാറ്റൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ അടുത്ത കോളേജിലെ വീഡിയോയിൽ ഞാനത് കാണിക്കാം. നല്ല രസമുണ്ട്. ഇവിടുത്തെ ഇപ്പോൾ ഈ ബാസ്കറ്റ്ബോൾ കോർട്ടൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. അതുപോലെ രാത്രിയിലെ ഫുഡ് ഞങ്ങൾ അടുത്തുള്ള ഒരു ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ നടന്നു പോകും, ചിലപ്പം കൂട്ടുകാരുടെ ബൈക്കിന് പോകും. ആ ചേച്ചിയുടെ അവിടെ നല്ല ഫുഡാണ്. ചോറ്, കറികൾ വീട്ടിൽ കിട്ടുന്ന പോലെ തന്നെ നല്ല ഫുഡ് കിട്ടും. അത് നല്ലൊരു ആശ്വാസമായിരുന്നു. ഇങ്ങനെ പുറത്ത് ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് നല്ല ഒരു ഉപകാരപ്രദമായ സ്ഥലമാണ്. നല്ല ഫുഡാണ്, നല്ല രുചിയൊക്കെയുള്ള ഫുഡായിരുന്നു. പിന്നെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാൻ ക്യാൻറ്റീനിൽ വരും. ചായക്ക് ക്യാൻറ്റീനിൽ 7 രൂപയാണ്. അതുപോലെ ഹോർലിക്സ്, ബൂസ്റ്റ് കാര്യങ്ങളൊക്കെ 12 രൂപയും കടികൾക്കൊക്കെ 7 രൂപയാണ്. അതുപോലെ തന്നെ പാർലേജി വലിയൊരു ഘടകമായിരുന്നു ഹോസ്റ്റലിൽ. ഫുഡില്ലാത്ത ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ. പിന്നെ നമുക്ക് കെൻസേല ബിരിയാണി ഉണ്ട് 70 രൂപയ്ക്ക്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഫ്ലേവറുള്ള ബിരിയാണി കിട്ടും. പിന്നെ അതൊരു നാട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേന് ചോറ് കൊണ്ടുവരും ഇങ്ങനെ ഞായറാഴ്ചകളിലൊക്കെ. അപ്പോൾ ഞങ്ങൾ ഒത്തിരി കഴിച്ചിട്ടുണ്ട്. 6 മാസത്തോളം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. സാധാരണ ഞായറാഴ്ചയൊക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുന്നത്, പട്ടിണി ഇരിക്കുന്നതൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് അമ്മച്ചി കിട്ടി, ഞാൻ പോവാണ്. അപ്പം ഗൗതമേ ബൈ. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഉണ്ടായിരുന്നു. അതുപോലെ ഗ്രീനേജ് ഉണ്ടായിരുന്നു. അവർ നാട്ടിൽ പോയി. ഏകദേശം ബാഗൊക്കെ പാക്ക് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് പോവാണ്. ഇവിടെ ഏകദേശം കുറച്ച് നാളുണ്ടായിരുന്നു. ഇല്ല ബൈ. ടാറ്റ ബൈ. എടാ പോവാണേ. ബൈ ടാറ്റ. ബൈഡാ ടാറ്റ. കുറച്ച് നെയ്ബർ റൂം നമ്മൾ അങ്ങോട്ട് യാത്രയാവുന്നത്. അങ്ങനെ എല്ലാവരോടും നമ്മൾ യാത്ര പറഞ്ഞ് നമ്മൾ SRൽ നിന്ന് ഇറങ്ങി. അപ്പൊ റോഷിത്താണ് നമ്മളെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാൻ വന്നത്. അപ്പം ഇനി MH വെച്ച് കാണാം. അങ്ങനെ SRനോട് വിട പറയുകയാണ്. MH കിട്ടിയില്ലെങ്കിൽ തിരിച്ച് ഇവിടെ തന്നെ വരേണ്ടി വരും. അത് വേറെ കാര്യം. അങ്ങനെ നമ്മൾ MHൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മുടെ സാധനങ്ങളെല്ലാം റൂമിൽ കൊണ്ടുവച്ചു. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഫുഡ് ഉണ്ട്. നമ്മൾ രാവിലെ എണീച്ച് നമുക്ക് വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. ഇവിടെ മെസ്സുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഫുഡ് കഴിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് സമയലാഭമാണ്. പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം അവിടെ സ്പെഷ്യൽ ഉണ്ടായിരുന്നു. അന്ന് സ്പെഷ്യൽ കഴിച്ച് റൈസ്, ചിക്കൻ, പിന്നെ ഗ്രേവി, അച്ചാർ, സലാഡ്. പിന്നെ റൂമിൽ നല്ല പൊടിയായിരുന്നു. നമ്മളത് ഫുള്ള് തൂത്ത് വൃത്തിയാക്കി ഏകദേശം നല്ല രീതിയിൽ ആക്കി. ആ റൂമിൽ ഒരു പഴയ ഗിറ്റാർ കിടപ്പുണ്ടായിരുന്നു. അതിന്റെ സ്ട്രിങ് ഒക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ കിടന്ന കുറച്ച് കെട്ടുകമ്പി വെച്ചിട്ട് കെട്ടിയിട്ട് ജസ്റ്റ് അതൊന്ന് സെറ്റാക്കി. പക്ഷെ അത് കറക്റ്റ് ഒന്നും ആയില്ല. എന്നാലും ഏകദേശം ചെറിയ ട്യൂണൊക്കെ കിട്ടും. പിന്നെ അത് വായിക്കാനൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെ പഠിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ജസ്റ്റ് ഒരു പാട്ടൊക്കെ പാടി നോക്കി. അപ്പം ഏത് പാട്ടാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യട്ടോ. ഞാൻ ആ പാട്ട് ഇതിൽ കേൾപ്പിക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നിങ്ങൾ പുതിയ ഹോസ്റ്റൽസ്, പ്രൈവറ്റ് ഹോസ്റ്റൽസ് നോക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അവരുടെ കോൺടാക്ട്സ് തരാം. നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ഞാൻ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ അതിൽ കയറിയിട്ട് ജസ്റ്റ് ചോദിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് കോൺടാക്ട്സ് തരാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു.